മൈഗേറ്റിൻ്റെ ഡാഷ്ബോർഡിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇതിൻ്റെ ഉള്ളിൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഡ്യൂസ് ആൻഡ് റെസീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ കിട്ടും. അതിൽ ഡ്യൂസ് ട്രാക്കർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര പേരുടെ ഡ്യൂസ് ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇതിൽ 1A തൊട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അപ് ടു 4th പേജ് വരുമ്പോൾ ലാസ്റ്റ് ആളുടെ കാണും ഡ്യൂ. ഓക്കെ, ഈ ഡ്യൂ റെക്കോർഡ് ഇപ്പോൾ 4Cയുടെ റെക്കോർഡ് നമുക്ക് കാണണമെങ്കിൽ ഇവിടെ 4C എന്ന് വന്നിട്ട് ടൈപ്പ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 4C എന്ന് പറഞ്ഞിട്ട് ആളെ സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേര് വരും. അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ എത്ര ഡ്യൂ ഉണ്ടെന്നുള്ളത് കാണും. ഇവരുടെ പർട്ടിക്കുലർ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടും. ഓക്കെ, അക്കൗണ്ട്സിൽ വീണ്ടും നമുക്ക് തിരിച്ചു പോകണമെങ്കിൽ ഡ്യൂ ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുക. അപ്പോൾ തിരിച്ച് അവിടേക്ക് എത്തും. ഓക്കെ, ഇനി നമുക്ക് ഒരു അടുത്ത് നോക്കാനുള്ളത്, നമുക്ക് മെയിൻ്റനൻസ് ആയിട്ട് എത്ര ആളുടെ ഇപ്പോൾ കിട്ടാനുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് എടുക്കണമെങ്കിൽ ഡ്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക. നമ്മൾ മെയിൻ്റനൻസ് ചാർജാണ് റിപ്പോർട്ടായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്യുക ഫ്രം ദ ലെഡ്ജർ. ക്ലിക്ക് ഓൺ സബ്മിറ്റ്. അതിനു മുമ്പ് എന്ന് വരെയുള്ള ഡ്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജൂലൈ 31 വരെ ആരൊക്കെ മെയിൻ്റനൻസ് ചാർജ് അടച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി അത് കിട്ടാനുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലിക്ക് ഓൺ ഓക്കെ ആഫ്റ്റർ സെലക്ടിങ് ദ ഡേറ്റ്. ഓക്കെ, ദെൻ നമുക്ക് സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് വരും. നമുക്കിവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുക. എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുക്കുക. നൗ താഴെ ഇവിടെ അവൈലബിൾ ഫോർ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് വരും. ക്ലിക്ക് ഓൺ ദാറ്റ്. നെക്സ്റ്റ് അതൊരു വേറൊരു ഇതിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ ഇത് വന്നിട്ടില്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുക. എന്നിട്ട് ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൽ ഫയലിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് സേവ് ചെയ്യാണ്. എബോണി അക്കൗണ്ട്സ് 2024 ജൂലൈയിലുള്ള അക്കൗണ്ട് ഡ്യൂ റിപ്പോർട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഡ്യൂ റിപ്പോർട്ട് ഓൺ ജൂലൈ, ഞാൻ ആ പേര് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, 31. ഓക്കെ, അപ്പോൾ ഈ ഫയലോ എക്സൽ ഫയലോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എത്ര ആൾക്കാർ 31-ാം തീയതി തരാതിരുന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തത് ഫൈൻ എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഫൈൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ട്സ് അല്ല, സോറി, ഇവിടെ അക്കൗണ്ട്സിൽ ഇൻവോയ്സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇൻവോയ്സിംഗ്, റേസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റേസ് ഇൻവോയ്സസ് എന്ന് പറഞ്ഞുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈൻ ചാർജ്ഡ് ഫോർ നോൺ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിൽ വരും. ഈ സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ചാർജ് ചെയ്ത ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് എമൗണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വരും. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് നമ്മൾ ജൂലൈ എബണി ഈ ഫയൽ ജൂണിൽ ചാർജ് ചെയ്ത എമൗണ്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് ജൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിൽ ആരൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫൈൻ ചാർജ് ചെയ്തിരിക്കുന്നത് കാണാം. ഇത് ചാർജ് ചെയ്തിരിക്കുന്നത് നോട്ട് ചെയ്യുക, ജൂണിലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ജൂലൈയിലാണ് നമുക്കിനി ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ, ജൂലൈയിൽ പേയ്മെൻറ്റ് പെൻഡിങ് ഉള്ള ആളുകളുടെയാണ് ചെയ്യേണ്ടത്.
ഇപ്പം ഇതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെല്ലാം സീറോ ആക്കുക. ഈ 250 കാണുന്നതെല്ലാം സീറോ ആക്കുക. അതിനു വേണ്ടി നമ്മുടെ എക്സലിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഹോമിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ റീപ്ലേസ്. അപ്പോൾ എന്തിനാണ് ഫൈൻഡ് ചെയ്യേണ്ടത്? നമ്മൾ 250നെയാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അതെന്താക്കണം? റീപ്ലേസ് ആക്കണത് സീറോ. റീപ്ലേസ് ഓൾ എന്നുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം സീറോ ആയിട്ട് റീപ്ലേസ് ആയി. നൗ വി നീഡ് ടു ചേഞ്ച് ദിസ് ഫൈൻ ചാർജ്ഡ് എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ഓക്കെ, റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത് അത് കൊടുത്തു. നെക്സ്റ്റ് നമ്മൾ എന്തായിട്ടാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, റീപ്ലേസ് ഓൾ. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫ്രഷ് ഫയലായിട്ട് മാറി. ഓക്കെ, നൗ വി നീഡ് ടു സെലക്ട് നമ്മുടെ ഡ്യൂ റിപ്പോർട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. ഇതിൽ ആരൊക്കെയാണ് ഫൈനായിട്ട് ചാർജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഫയലിൽ നമ്മൾ ഡ്യൂ റിപ്പോർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ 1000 എബവ് ഉള്ള ആളുകൾക്കാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ഡാറ്റ സെലക്ട് ചെയ്യുക. ഫിൽട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫിൽട്ടർ. ഓക്കെ, ഇവിടെ ലെഡ്ജർ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഏതൊക്കെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ 1500 2000. ഇപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന എളുപ്പപ്പണി സീറോ ഒഴിവാക്കി ബാക്കിയെല്ലാം സെലക്ട് ചെയ്യുക. ഓക്കെ, സീറോ സെലക്ട് അപ്പോൾ എല്ലാവരെയും വരും. ഓക്കെ, അപ്പോൾ ഇതിൽ 1E ഒക്കെ ഉണ്ട്, 1Fനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേ ആദ്യം ചെയ്തിട്ടുള്ള ഫയൽ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് അങ്ങോട്ട് എളുപ്പപ്പണിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പി ചെയ്യുന്നു. പെട്ടെന്ന് 2 ഫയലായിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. 1E 4 250. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ഫൈൻ ചാർജ്ഡ് ഫോർ ജൂലൈ 24 എന്ന് കൊടുക്കുന്നു. 1F 250. ഇവിടെ ഫൈൻ ചാർജ്ഡ് ഫോർ ജൂലൈ 24 എന്ന് കൊടുക്കുന്നു. അനൂപ് 3A, റോയ് 2100 1G, അനൂപ് ശ്രീകല ആനന്ദ് 5A. ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ ഫൈൻ ചാർജ് ചെയ്ത് പോകണം. അപ്പോൾ നമ്മുടെ ഫൈൻ്റെ എക്സൽ ഫയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിൽട്ടർ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക, ഫൈൻ്റെ ഫയൽ വരിക. ഓക്കെ, ഇപ്പോൾ ഈ ഫയൽ നമ്മൾ 250 രൂപ ചാർജ് ചെയ്ത ആളുകളുടെ ഡ്യൂസ് റിപ്പോർട്ടൊന്ന് എടുത്ത് നോക്കുക. ഡ്യൂ ട്രാക്കർ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1E അക്കൗണ്ട്സ് ഡ്യൂസ് ട്രാക്കർ. ഇതൊന്ന് ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടി വരും. ഇതൊന്നും വരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യട്ടെ. ഞാൻ ലോഗിൻ ചെയ്തു. ഒന്നും കൂടെ ഡ്യൂസ് ട്രാക്കർ എടുത്തു. ഡ്യൂസ് ട്രാക്കർ എടുക്കുമ്പോൾ അങ്ങനെ വരുന്നുണ്ട്. 1E എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഫൈൻ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ എത്ര ഡ്യൂ ഉണ്ട് എന്നുള്ളത് നോക്കുക. ഡ്യൂ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഡ്യൂ റിപ്പോർട്ട് ഒന്നും കൂടി
സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇന്നാണ് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ എടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് തെറ്റായിരിക്കും. അതായത് ഓഗസ്റ്റ് 1-ാം തീയതി ഓട്ടോമാറ്റിക്കായിട്ട് MMC ചാർജ് ചെയ്യും ത്രൂ മൈഗേറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും ഡ്യൂ ആണ് കാണിക്കുക. അപ്പോൾ അതിന് പകരം ജൂലൈ സെലക്ട് ചെയ്തിട്ട് 31st സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഓൺ ഓക്കെ, അഗൈൻ സബ്മിറ്റ്. ഓക്കെ, സോ 1E ഡോക്ടർ സീഗല ലെഡ്ജർ ഡ്യൂ 1700 സംതിങ് ഉണ്ട്. ഇനി അടുത്ത ആളുടെ 1F അഗൈൻ 1F 2000 രൂപയുണ്ട്. അപ്പോൾ ഏകദേശം ശരിയാണ്. അനൂപ് 283 ആസ് പെർ GC നമ്മൾ 1000 രൂപയുടെ മുകളിലുള്ളത് മാത്രമാണ് MMC ചാർജ് ചെയ്യുന്നുള്ളൂ. MMC അല്ല, സോറി, ഫൈൻ ചാർജ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നമുക്കൊരു റാൻഡമായിട്ട് ചെക്ക് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ 7D. ഓക്കെ, 7D ചെക്ക് ചെയ്തിട്ടുണ്ടോ നോക്കാം, ഫൈൻ ഇട്ടുണ്ടോ നോക്കാം. 7D ഇട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്. നൗ വി ആർ ഗോയിങ് ടു സേവ് ദിസ് ഫയൽ. സേവ് ആസ്, ബ്രൗസ്. നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയലാവാം. ഓക്കെ, അത് പേര് ഈ ജൂൺ മാറ്റി സേവ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഫൈൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നൗ ഗോയിങ് ടു ക്ലോസ് ദിസ് എക്സൽ ഫയൽ. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട്സിൽ വന്നിട്ട് ഇൻവോയ്സിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി റേസ് ഇൻവോയ്സ് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഈ എമൗണ്ട് ചാർജ് ചെയ്യുന്നു. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്തത്. അപ്പോൾ അത് പ്രീവിയസ് റെക്കോർഡ്സാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, സോ നമ്മൾ പുതിയ ഫയൽ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതിന് ഗൂഗിൾ ഞാൻ എൻ്റെ ലൊക്കേഷനിൽ പോവുകയാണ്. 2000 അക്കൗണ്ട്സ് 2024 ജൂലൈ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ അപ്ലോഡ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫയലാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. നൗ സബ്മിറ്റ്. കറക്റ്റായിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. നൗ വി നീഡ് ടു ചെക്ക് അഗെയിൻ നമ്മുടെ കറക്റ്റ് ആണെന്നുള്ളത്. 1E 1F 7Dക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 7D. ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ടുണ്ടാവും നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഫീൽഡ്. നൗ വി ഗോയിങ് ടു സേവ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, ചേഞ്ചസ് യു മെയ്ഡ് മേ നോട്ട് ബി സേവ്ഡ്, ജസ്റ്റ് ക്ലിക്ക് ഓൺ ലീവ്. ഓക്കെ, സക്സസ്. ചാർജ് സെറ്റിംഗ്സ് എമൗണ്ട് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. 3500 രൂപയാണ് നമ്മൾ ഈ മാസം ചാർജ് ചെയ്തിരിക്കുന്നത്. അതറിയാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ നമ്മൾ ആ ഫയൽ എടുത്ത് ഒന്നും കൂടി അത് ചെക്ക് ചെയ്യാം. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഇവിടെ അത് കാണിക്കും. സം ഓഫ് 3500 എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട്. സോ ഈ ഫയൽ തന്നെയാണ് അപ്ലോഡ് ആയിരിക്കുന്നത്. ഓക്കെ, നമ്മളിനി അടുത്തത് ഗ്യാസിൻ്റെ ആണ് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗ്യാസിൻ്റെ ആകുമ്പോൾ ഗ്യാസിൻ്റെ ഇവിടെ വന്ന് പഴയ റെക്കോർഡ് നമ്മളിതുപോലെ ക്ലിക്ക് ചെയ്യുന്നു. ഡൗൺലോഡ് കൊടുത്ത് എബണി മീറ്റേഡ് റീഡിംഗ് എന്ന് പറഞ്ഞ ഫയൽ വരും. അതിനെ നമ്മൾ പഴയ ഫയലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ജൂണിലത്തെ ഫയലാണത്, ജൂലൈത്തെ അല്ല. അപ്പോൾ അറിയാൻ വേണ്ടി ജൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഓക്കെ, നൗ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് ചാർജ് ചെയ്ത എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക. ഓക്കെ, ഇല്ല സോറി, കറൻറ്റ് മീറ്റേഡ് എമൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് വലുതാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കറൻറ്റ് ഹൗസ് ഏതൊക്കെ പ്രീവിയസ് റീഡിങ്, കറണ്ട് റീഡിങ്. അപ്പോൾ കറണ്ട് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജൂൺ മാസത്തിലെ റീഡിംഗ് ആയിരിക്കും. ഇപ്പം നമ്മൾ ജൂലൈയിലെ MMC ആണ്, ജൂലൈ 2024 MMC ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ ഗ്യാസിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മൾ ഇവിടുന്ന് ഇതിനെ എന്ത് ചെയ്യുന്നു, ഫുള്ളായിട്ട് താഴത്തേക്ക് കോപ്പി കട്ട് ചെയ്യുന്നു, തിരിച്ചിവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, കറണ്ട് റീഡിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം,
കെയർ ടേക്കർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവും റീഡിംഗ് എടുത്ത ഫയല്. ആ റീഡിംഗ് എടുത്ത ഫയലിൽ നിന്നും നമ്മളിവിടെ ഡാറ്റാസ് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. സോ ഞാൻ ആ ഫയൽ എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് തരാം. ഈ കാണുന്നതാണ് നമ്മുടെ കെയർ ടേക്കർ നമുക്ക് തന്നിട്ടുള്ള റിപ്പോർട്ട്. ഇതിൽ പെർ റേറ്റ് യൂണിറ്റ് ഉണ്ട്. പെർ യൂണിറ്റ് ഒരാൾ യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് 151 രൂപ 55 പൈസയാണ് ഇന്നത്തെ റേറ്റ്. ഇതാണ് കറൻറ്റ് മന്ത് റീഡിങ് വന്നിരിക്കുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ കറൻറ്റ് റീഡിങ് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇതുവരെ മാത്രമേ എടുക്കണ്ടൂ. കോപ്പി ചെയ്ത് നമ്മുടെ ഗ്യാസ് റീഡിങ്ങിൻ്റെ ഇവിടെ ഇടുക. ഓക്കെ, ഈ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കെയർ ടേക്കർ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നിന്ന് ഇത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുക. കൺസെപ്ഷൻ എത്രയാണ് കൺസെപ്ഷൻ ഉള്ളത്, ആ കൺസെപ്ഷൻ്റെ A to N വരെ ഇടുക. ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ ഡീറ്റെയിൽസ് വേണ്ട. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു പേസ്റ്റ് ഹിയർ. ഓക്കെ, സോ എവറിത്തിങ് ഈസ് ക്ലിയർ. നമുക്ക് ഇത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു ദിസ് എമൗണ്ട് മൈനസ് ദിസ് എമൗണ്ട് എൻ്റർ 5. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡ്രാഗ്. സോ ഓക്കെ ഓക്കെ ഇപ്പോൾ ഇവിടെ എന്തൊരു മൈനസ് വന്നിട്ടുണ്ട്, ഇവിടെയും മൈനസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും മൈനസ് വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാൻ ബി, ഇത് നമുക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. ഇത് അധികം ഡിഫറൻസ് ഇല്ല. ഓക്കെ, 59,511 മൈനസ് വരാനായിട്ട് പാടില്ല. ഓക്കെ, സോ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ദാറ്റ്. 12Dയുടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രാജീവേട്ടൻ്റെ മീറ്റർ മാറ്റി വെച്ചതിൻ്റെ ശേഷം ഈ എമൗണ്ട് പഴയ അവരെ മീറ്ററിൽ കാണിക്കുന്ന എമൗണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ എമൗണ്ട് നമ്മൾ ഈ എമൗണ്ടിന് ഈക്വലായിട്ട് ഇവിടെ ഇടണം. ഓക്കെ, പിന്നെ ഇത് ഈ മാസം റീഡിങ് എടുത്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ റീഡിങ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ പഴയ റീഡിങ് തന്നെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇതിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ഇടണം. ഓക്കെ, പ്ലീസ് ഹോൾഡ് ഓൺ. അപ്പോൾ 12Dയുടെ കേസാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. 12Dയിലെ നമ്മുടെ പ്രീവിയസ് റീഡിങ് 267 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 267 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ പ്ലസ് എത്രയാണ് കെയർ ടേക്കർ എന്ന കൺസെപ്ഷൻ, അത് കൂടി കൂട്ടുന്നു. ഇതാണ് അവരുടെ ടോട്ടൽ വാല്യൂ. കോപ്പി ചെയ്യുന്നു, ഇവിടെ വന്നിട്ട് ജസ്റ്റ് പേസ്റ്റ് വാല്യൂസ് എന്ന് പറഞ്ഞ് മാത്രം കൊടുക്കുക. ഓക്കെ, സോ ഇവിടെ കറക്റ്റായിട്ട് 419 വരും. നൗ വി നീഡ് ടു ഡിലീറ്റ് ദിസ് വൺ. ഓക്കെ, so everything is correct. I think there is one issue. Let me check on that. ഇതിവിടെ ഒരു മിസ്മാച്ച് വന്ന ഒരു ഡീറ്റെയിൽസ് ആണ്. 50,551 ആണ് ഇവിടെ. 59,511 എന്നാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. മേ ബി കെയർ ടേക്കറിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം. സോ ജസ്റ്റ് കോപ്പിങ് ആൻഡ് പേസ്റ്റ്. സോ ഇറ്റ്സ് ഓക്കെ നൗ. ഓക്കെ, so everything is clear. Okay, now we are going to save this file as browse, upload, just meter reading. Okay, now we need to set up one more thing. I think we need to do, we need to give a description on this side. Okay, on this column, LPG units consumed at the rate 160. ഇത് 160 എന്ന് പറഞ്ഞാൽ പ്രീവിയസ് മന്തിലെ റീഡിംഗ് ആണ്. കറൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 151 റുപ്പീസാണ്. 151.505. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റീപ്ലേസ് ചെയ്യണം.
ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഇത് കൊടുക്കുക. ഇത് കൊടുത്തത് എന്നിട്ട് ഇവിടെ 150.1 റീപ്ലേസ് ഓൾ. ഓക്കെ, ക്ലോസ്. ഈ ഫീൽഡ് ഇവിടെ വേണ്ട. ഓക്കെ, ഐ എം ഡിലീറ്റിംഗ്. ഓക്കെ, once again I am saving file, save as, browse, July, upload, ebony metered settings. Okay, save. Just want to save. സോ ഫയൽ നമ്മുടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ബോക്സിൽ നമ്മൾ കൊടുത്ത കാര്യം ബില്ല് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, സെക്കൻഡ് തിങ്, നമ്മളിവിടെ സെറ്റ് സ്ലാബ് റേറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് എത്രയാണ് നമ്മുടെ എമൗണ്ട് പെർ യൂണിറ്റ് വരുന്നത് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 151 രൂപ 5 പൈസയാണ്. ക്ലിക്ക് ഓൺ സബ്മിറ്റ്. ഓക്കെ, ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, now we are going to upload our file, okay, that we created. Okay, meter reading, click on that, submit. Just uploaded. Okay, something happened because LPG unit rate and may not be saved, I think. Okay, so we need to do a fresh files because this file not required any other columns or something like that. Okay, anything happened in this file, it will not be uploaded. Okay, I'm not sure. Let me check, and once again saving and upload, choose file, metered reading, open, submit. The file is not properly uploaded, so some issues in that. So I am taking this file again. It reading June. Okay, and just copy paste. Let me save this file as browse, upload, save. Click on save, upload, meter reading. Okay, now it's okay. I'm checking as like that. The LPG description will automatically come here. Okay, that was faulty last time when we uploaded. This should be same, else we need to do as like I have explained. Okay, അപ്പോൾ ഇതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഓക്കെ ആയി. സ്ലാബ് റേറ്റ് മിസ്സാവാൻ പാടില്ല. അതാണ് ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻസ് എടുക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഈ ഫയലിൽ ജസ്റ്റ് റീഡിങ്ങും കൺസെപ്ഷനും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഈ കോളം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള സ്ലാബ് റേറ്റ് ഇൻറ്റു ഈ ഒരു റേറ്റാണ് എടുക്കുന്നത്. ഓക്കെ, നൗ ക്ലിക്ക് ഓൺ സേവ്. ഓക്കെ, leave, success. Okay, now we can check with our caretaker statement what was the total amount. 30,109. Okay, 139. Okay, this may be slightly different. Okay, now we need to change this statement description like നമ്മൾ ജൂലൈയിലെ
ജൂലൈ 2024. LPG റേറ്റ് നമ്മളിവിടെ എന്ത് ചെയ്യണം, ഇത് കൊടുക്കണം. ഓക്കെ, നൗ ഇവിടെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ജൂലൈ. അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ കറക്റ്റായിട്ട് വന്നോളും. ഓക്കെ ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ എവിടെയാണ് സേവ് ഉണ്ടാവും. ഓക്കെ, നൗ യു ആർ ഗോയിങ് ടു സേവ്. അപ്പോൾ ജൂലൈ 2024 LPG റേറ്റ്. ഓക്കെ, ഇതുപോലെ നമ്മൾ മെയിൻ്റനൻസ് ചാർജ് ഒന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കലായിട്ട് വന്നോളും. എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ ഓക്കെ, ദീസ് ആർ ദ തിങ്സ്. ഫസ്റ്റ് ഓഫ് എവറി മന്ത് MMC ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തോളും, പോയിക്കോളും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ചാർജ്. ഇതിങ്ങനെ അപ്ലോഡ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്തില്ല, ചാർജിങ് നടക്കില്ല. ഓക്കെ, ചാർജിങ് നടക്കില്ല മീൻസ് അതിൻ്റെ ഇൻവോയ്സ് ജനറേറ്റ് ആവില്ല. നൗ വി ആർ ഗോയിങ് ടു ക്ലിക്ക് ഓൺ ജനറേറ്റ് ഇൻവോയ്സ്. ഓക്കെ, മെയിൻ്റനൻസ് ചാർജിൻ്റെ ഇൻവോയ്സ് ഓൾറെഡി ജനറേറ്റഡ് ആണ്. അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോവും. അതൊന്നും ചെയ്യരുത്. നൗ ഓട്ടോമാറ്റിക്കായിട്ട് പോയതുകൊണ്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നൗ വി ആർ ഗോയിങ് ടു ക്ലിക്ക് ഓൺ LPG. ഞാൻ ചാർജ് ചെയ്യാണ്. ക്ലിക്ക് ഓൺ ജനറേറ്റ് ഇൻവോയ്സ്. എവറിത്തിങ് ഈസ് ഓക്കെ. ഒന്നുകൂടി കൺഫേം ചെയ്യാം. ഓക്കെ, ജനറേറ്റ് ഇൻവോയ്സ്. ഇനി എന്നാണ് ചാർജ് ചെയ്യുന്ന ഡേറ്റ്, എന്നാണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. സോ നമ്മൾ എവരി മന്ത് നമ്മൾ എന്ത് ചെയ്യണം, എൻഡാണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ പെനാൾട്ടി പ്രോസസ്സൊന്നും നമ്മൾ ചെയ്യാറില്ല. അത് നമ്മൾ മാനുവലിയാണ് ചെയ്യാറ്. സോ 1-ാം തീയതി ചാർജ് ചെയ്യുന്നു. എന്നാണ് ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ക്ലിക്ക് ഓൺ ജനറേറ്റ്. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യണമെന്ന്. ഓക്കെ, ജനറേറ്റ് പബ്ലിഷ് നോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. തലേദിവസമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. ഓക്കെ, ക്ലിക്ക് ഓൺ യെസ്. അപ്പോൾ അത് ഇൻവോയ്സ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അയച്ച ഇൻവോയ്സ് ജനറേറ്റായി. ഓക്കെ, ജനറേറ്റായി. ഓക്കെ, ഇതിവിടെ ജനറേറ്റ് ആയ ഡീറ്റെയിൽസ് ജൂലൈ 2024 എന്ന് പറഞ്ഞിട്ടുള്ള LPG വന്നു. നമുക്കത് ചെക്ക് ചെയ്യണമെങ്കിൽ ആരുടെയെങ്കിലും Gmail ID കയറിയിട്ട് എന്ത് ചെയ്യണം, മെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. ഓക്കെ, ഞാൻ എൻ്റെ Gmail ID കയറുന്നു. ഓക്കെ, വന്നിട്ടില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, പ്ലീസ് ഹോൾഡ്. ഇപ്പം നമ്മൾ ഇവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൗണ്ട് 68 വന്നിട്ടുണ്ട്. ഓക്കെ, ആക്റ്റീവായിട്ടുള്ള 66 വന്നിട്ടുണ്ട്. 66 ആൾക്കാർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും. ജൂലൈ 2024 യൂണിറ്റ് കൺസ്യൂംഡ്. ഓക്കെ, ഇത്ര രൂപയാണ് അതിൻ്റെ ടോട്ടൽ ചാർജ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവോയ്സിങ് ഗ്യാസിൻ്റെ കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്തത് നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നത് അടുത്തത് ഫൈൻ്റെ ആണ്. സോ ക്ലിക്ക് ഓൺ അക്കൗണ്ട്സ്, റേസ് ഇൻവോയ്സ് ഫൈൻ ചാർജ്ഡ് ഫോർ നോൺ പേയ്മെൻ്റ് എന്ന് വന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഡിസ്ക്രിപ്ഷൻ ലേറ്റ് പേയ്മെൻറ്റ് ഫൈൻ, ഡിസ്ക്രിപ്ഷൻ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്നിട്ടുണ്ടാവും. ഓക്കെ, റേസ് ഇൻവോയ്സ്. അപ്പോൾ റേസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫൈനാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈന് ചാർജ് ചെയ്തുകൊണ്ട് ഒന്നും കൂടി ഇപ്പോൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടോ എനിക്കൊരു സംശയം. അപ്പോൾ ഇൻവോയ്സ് ഹിസ്റ്ററി അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഫൈനും കൂടി ചാർജ് ചെയ്യണം. അതിന് അക്കൗണ്ട്സ് എടുക്കുക, ഇൻവോയ്സിങ്, റേസ് ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലിക്ക് ചെയ്യുക. ഫൈൻ ചാർജ്, ക്ലിക്ക് ഓൺ ജനറേറ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും രൂപയാണ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. ജനറേറ്റ് കൊടുക്കുക. ഇത് എന്ന് മുതലെയാണ് ഫൈൻ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഡേറ്റ് 31-ാം തീയതി കൊടുക്കുക. ഇവിടെ പെനാൾട്ടി വേണ്ട. സ്റ്റാർട്ട് ഓഫ് നെക്സ്റ്റ് മന്ത് ആണ് കൊടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഈ നേരത്തെ കാണിച്ച പോലെ ഇത് ജനറേറ്റ് ചെയ്യും. ജനറേറ്റ് ഓൺ പബ്ലിഷ് നൗ, യെസ്. അപ്പോൾ അത് ഫൈൻ ചാർജ് 14 ആൾക്കാർക്ക് അത് ചാർജ് ചെയ്തു. ഓക്കെ, മെയിൻ്റനൻസ് ചാർജ് ഈ മാസത്തെ 1/8/2000 ഈ എമൗണ്ടുകൾ ചാർജ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത്രയും ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ്റനൻസ് MMCയുടെ ഒരു 65% അല്ലെങ്കിൽ 70% വർക്ക് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് നമ്മൾ അംഗങ്ങളെ മെമ്പേഴ്സിനെ നമ്മൾ അറിയിക്കേണ്ട ഒരു ഡ്യൂട്ടിയാണുള്ളത്. അതിനു വേണ്ടി നമ്മൾ ഒരു എക്സൽ ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ലെറ്റ് മീ ഷോ യു. ഓക്കെ, ഇതിനു മുമ്പായിട്ട് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ ചാർജ് ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അക്കൗണ്ട്സ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂസ് ആൻഡ് റെക്കോർഡ്സ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂസ് ട്രാക്കർ. ഇപ്പോൾ എൻ്റെ ഫ്ലാറ്റ് 4C ആണെങ്കിൽ 4C എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, അജീഷ് ആൻഡ് ആനുവൽ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുന്നു. ടോട്ടൽ മെയിൻ്റനൻസ് ചാർജ് 2200. പിന്നെ ഗ്യാസ് ചാർജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അടുത്തത് ഒരാളുടെയും കൂടി ചെക്ക് ചെയ്യാം, ജസ്റ്റ് ഫോർ കൺഫർമേഷൻ. 3E. ഓക്കെ, 3Eയുടെ ആനന്ദിൻ്റെ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് മെയിൻ്റനൻസ് ചാർജ് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്യാസിൻ്റെയും എമൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ എവറിത്തിങ് ഈസ് കറക്റ്റ്. നൗ വി ആർ ഗോയിങ് ടു പബ്ലിഷ്, സോ വി നീഡ് ടു ക്രിയേറ്റ് എൻ എക്സൽ. ഓക്കെ, ലെറ്റ് മീ ഷോ യു. നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്സ് ബാലൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് എടുക്കുന്നു. അതിൽ ഡ്യൂസ് ആൻഡ് അഡ്വാൻസ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്ന് വരെയുള്ള റിസൾട്ടാണ് വേണ്ടതെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 1-ാം തീയതി വരെയുള്ള ഇതാണ് നമ്മൾ കൊടുക്കാറ്. ഓക്കെ, 1-ാം തീയതി വരെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യണം. ചിലപ്പോൾ നമ്മളെ ആൾക്കാർ മെമ്പേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അഡ്വാൻസൊക്കെ പേ ചെയ്തിട്ടുണ്ടാവും. അഡ്വാൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ചെയ്യണം. ഐ മീൻ ഇത് ചാർജ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അതിനൊന്നും ചെയ്യേണ്ട, അധികമൊന്നും ചെയ്യണ്ട. ഇതിനു വേണ്ടി ആദ്യം ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്യൂസ് ട്രാക്കറിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മാനുവൽ സെറ്റിൽമെൻറ്റ് ഫ്രം അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആരാണ് അഡ്വാൻസ് ഇരിക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ ഇവിടെ ഒരു അഡ്വാൻസ് ഉണ്ട് 3C. ഓക്കെ, ഇനിയിപ്പോൾ ഡോക്ടർ അനീഷ് തോമസ് ഉണ്ട്. ഓക്കെ, മനോജ് ഡോക്ടറുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. 12A. ഓക്കെ, ഓക്കെ, 12A കറൻ്റ്ലി നോ ഡ്യൂസ് ആണുള്ളത്. ഓക്കെ, സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കിയോട്ടെ, ചിലപ്പോൾ സെറ്റിലായി പോയിട്ടുണ്ടാവും. അത് സെറ്റിലായി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഇപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റിലായി പോകുന്നുണ്ട് അഡ്വാൻസ് നിന്ന്. ഓക്കെ, എന്നാലും നമുക്കത് എങ്ങനെ സെറ്റിൽമെൻറ്റ് നടത്തണമെന്ന് ഒന്ന് നോക്കാം. ഡ്യൂസ് ട്രാക്കർ കൊടുക്കുക, എന്നിട്ട് ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മാനുവൽ സെറ്റിൽമെൻറ്റ് ഫ്രം അഡ്വാൻസ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ എന്നത്തെ ഡേറ്റിലാണ് സെറ്റിൽമെൻറ്റ് നടത്തുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. ഓട്ടോമാറ്റിക്കലി അത് അഡ്വാൻസിൽ എന്തെങ്കിലും ഡ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്വാൻസിന് ഡിഡക്റ്റ് ചെയ്യും ആ ഡ്യൂസ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് എടുക്കേണ്ടത് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്, അക്കൗണ്ട്സ് ആൻഡ് ബാലൻസ്, ഡ്യൂസ് ആൻഡ് അഡ്വാൻസ് അക്കൗണ്ട് ബാലൻസ്, ഡേറ്റ് കൊടുക്കുക, ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, ഡൗൺലോഡ് എടുത്ത് നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രസ് ചെയ്യുക, ക്ലിക്ക് ഓൺ സേവ്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ സീരിയൽ നമ്പർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത ഫീൽഡുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ
അപ്പോൾ ഇത് നമുക്ക് വേണം. ടെനൻ്റ് ആണോ ഓണറാണോ എന്നുള്ള ഡീറ്റെയിൽസ് വേണ്ട, ഈ ഡീറ്റെയിൽസ് വേണ്ട. ഓണറിൻ്റെ ഡീറ്റെയിൽസ് വേണം. ഡ്യൂസ് ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈ ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മൾ വേറെ ഫയലിലേക്ക് ഇടേണ്ട ആവശ്യമുണ്ട്. ഗ്യാസിൻ്റെയും കൂടി ഡീറ്റെയിൽസ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യണം. അപ്പോൾ അതിനെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. പ്ലീസ് ഹോൾഡ്. കഴിഞ്ഞ മാസത്തെ MMC സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയലാണിത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞിട്ടുള്ള എക്സൽ ഫയലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതിൽ പേരുകൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ 7G വരെയാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യത്തെ ഫോർമാറ്റ് എടുക്കേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് വിട്ടിട്ട് G Control V. Okay, now we going to sorry. നമ്മൾ കറണ്ട് ഡ്യൂസ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യണു അപ് ടു 7G വരെ. കൺട്രോൾ വി. നമ്മൾ 8 തൊട്ടിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കറണ്ട് ഡ്യൂസ് ഇവിടെ 2,89,000 ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് സെയിം അല്ലേ എന്നുള്ളത് നോക്കുക. നെക്സ്റ്റ് നമ്മൾ അഡ്വാൻസ് ബാലൻസ് നമ്മൾ ഇതുപോലെ തന്നെ കോപ്പി ചെയ്യണം 7G വരെ. ഓക്കെ, Control V. Okay, Control C. Okay, 11387. Okay, now we going to enter our gas reading consumption details. കെയർടേക്കർ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ ടോട്ടൽ ചാർജിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് ജസ്റ്റ് 7G വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യണം. ഓക്കെ, ഇവിടെ ഓക്കെ, നൗ 8 തൊട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ
30,139. ഓക്കെ. നൗ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ 30th ജൂണ് എന്നുള്ളത് 31st ജൂലൈ ആക്കുന്നു. അതായത് നമ്മൾ ജൂലൈ 31 കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഒന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ, നമ്മൾ വേണമെങ്കിൽ ഒന്ന് കളർഫുള്ളാക്കാം. ഓക്കെ. Okay, now I am going to save as, browse, MMC settlement July 2024. Okay, MMC statement July 2024. Okay. 2024 July. Just save. Okay. Now സോ നമ്മൾ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട് എക്സൽ ഫയലായിട്ടുള്ളത്. നമ്മളിനി ഇതിൻ്റെ PDF ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സോ ക്ലിക്ക് ഓൺ പ്രിൻ്റ്, ജസ്റ്റ് PDF സെലക്ട് ചെയ്യുക. നമ്മൾ ജൂണിൽ മാറ്റി, ജൂണല്ല 2002 ജൂലൈ. അപ്ലോഡ്. MMC സെറ്റിൽമെൻറ്റ് ജൂലൈ 24 ഒരു ഇതെടുക്കുക. സേവ്. ഓക്കെ. it's almost finished. Now we need to check July 24 upload. The Excel file should be as like this. ഓക്കെ. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് നമ്മുടെ മെമ്പേഴ്സിന് നമ്മൾ മെയിൽ ചെയ്യണം. അതിനു വേണ്ടി ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് എടുക്കുക. ടാബ് എടുത്തിട്ട് ഗ്രൂപ്പ് ഇമെയിൽ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ. ഇപ്പോൾ ഇതിൽ MMC സെറ്റിൽമെൻറ്റ് ജൂൺ 2024 എന്ന് പറഞ്ഞ ഒരു മെയിലിൻ്റെ ഒരു എക്സാക്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ. ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഓക്കെ, ഇത് കോപ്പി ചെയ്യുന്നു. ന്യൂ ഇമെയിൽ കൊടുക്കുക. എന്നിട്ട് നമ്മളിവിടെ സബ്ജക്റ്റ് എന്നുള്ളിടത്ത് ജൂലൈ പേസ്റ്റ് ചെയ്യുന്നു. ജൂലൈ. സോറി, 2 എന്നുള്ള സബ്ജക്റ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സബ്ജക്റ്റ് സബ്ജക്റ്റ് ഇവിടെ ജൂലൈ 20. ഇത് ആർക്കൊക്കെയാണ് അയക്കേണ്ടത്? ടു ഓൾ ഓണേഴ്സ്, ഓൾ ടെനൻറ്റ്, ഓൾ റെസിഡൻസ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ MMC സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് ജൂലൈ 24. ഇവിടെ ഹലോ ഓൾ കൊടുക്കുക. പ്ലീസ് സീ ദ MMC സെറ്റിൽമെൻറ്റ് ജൂലൈ 2024. പ്ലീസ് നോട്ട് ദാറ്റ് MMC ആഫ്റ്റർ 31st July 2024 will be reflected in the next month MMC. In case, please email to Abad Ebony Estate. Okay. When you upload files, then we need to upload MMC settlement July 2024. Okay. Click on next. Click on next, not next, send. Okay.
So the email will come shortly. Hope it has been received. Okay. സെയിം ഫയലല്ലേ വന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ ഓക്കെ നൗ വി നീഡ് ടു അപ്ലോഡ് ഇൻ ടു അവർ വാട്സാപ്പ്. Okay, so click on now paste the message here what we sent. WhatsApp, attach the file. Now we need to upload into our Ebony tenants group. This is Abad Ebony Estate. Okay, sorry, we need to upload into owners group. Okay, that's all. Thank you. Video കുറച്ച് ലെങ്തി പോയി. ഐ ഹോപ്പ് ഇറ്റ്സ് ഫൈൻ ഫോർ യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇത് പ്രാവശ്യം വരുന്ന ഒരു ഇതിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.